ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. +2 ക്ലാസ്സുകളൊക്കെ ഗംഭീരമായി തന്നെ സ്കൂളുകളിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്കുറപ്പാണ്. നിങ്ങളെ ഏവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നും എനിക്കുറപ്പാണ്. സാറേ, എന്തിനാ സാറേ തുടക്കത്തിലേ പഠിക്കുന്നത്? പരീക്ഷയുടെ സമയമാകുമ്പോൾ ഞങ്ങൾ പഠിച്ചാൽ പോരെ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുക. പക്ഷെ ആ പറയുന്ന ധാരണ പലർക്കും ഇപ്പോൾ ഒഴിവാവാൻ കാരണം +1 ലഭിച്ച മാർക്കുകൾ തന്നെയാണ്. പലരും ലാസ്റ്റ് മൊമെൻറ്റിൽ +1 പഠിച്ച് വലിയ പണി കിട്ടിയവരായിരിക്കും. സോ അതിനാൽ തന്നെ മക്കളെ, ഒരിക്കലും അവസാന നിമിഷത്തിലോട്ട് നിങ്ങൾ ആരും പഠനം മാറ്റിവെക്കരുത്. മറിച്ച് തുടക്കം മുതൽ തന്നെ സ്ട്രക്ചേർഡായിട്ട് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ +2 നേരിടാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ഓണപരീക്ഷയായിരിക്കും. ഓണപരീക്ഷ എപ്പോഴായിരിക്കും? സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ ഓണപരീക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓണപരീക്ഷ ഒരിക്കലും നിങ്ങളുടെ +1 ബോർഡ് എക്സാം പോലെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പരീക്ഷ ആ ഒരു സ്ട്രക്ചറിലൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 പരീക്ഷ നിങ്ങൾക്ക് മേ ബി ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവാം. സോ ഒരിക്കലും പരീക്ഷകളുടെ ഇടയിൽ പഠിക്കാൻ ഒരു സാവകാശം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല. സോ അതും കരുതി ആരും തന്നെ ഇരിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ അടുത്ത എല്ലാവരുടെയും ചോദ്യം എന്ന് പറഞ്ഞാൽ, എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങണം? സാറേ, സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞേ ഉള്ളൂ, 2ാമത്തെ ചാപ്റ്ററിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ എന്നൊക്കെ ആയിരിക്കും പലരുടെയും തോന്നല്ലേ. ഇനി ആകെ 2 മാസം വിശാലമായ സമയമുണ്ട്. സോ ടീച്ചർമാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 3 ചാപ്റ്ററൊക്കെ ആയിരിക്കും എടുത്തു തീർക്കുക. ആ 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതിയോ? അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക? ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുമോ ഞങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? അതിനെല്ലാമുള്ള ഉത്തരം ഇവിടെ റെഡിയാണ്. ഒന്നാമത്തെ ഡൗട്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും? മക്കളെ, മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും കൂടുതൽ സാധ്യത 4 ചാപ്റ്റേഴ്സിനാണ്. അഥവാ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വരെ ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഓണപരീക്ഷയിൽ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. ചിലപ്പോൾ മാത്രം 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ കൂടി നിങ്ങളൊന്ന് പഠിച്ചേക്ക്. അതിൻ്റെ ആവശ്യം വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ആ 4 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇനി അടുത്തത്, നമുക്കൊരു ഒഫീഷ്യൽ എക്സാം ആയിരിക്കും, അത് സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയായിരിക്കും. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രോപ്പർ ടൈം ടേബിളോടുകൂടിയ പരീക്ഷയാണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കുറപ്പാണ്, ഇത്തവണ ആ പ്രശ്നം എന്തായാലും പരിഹരിച്ച് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡായ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ടൈം ടേബിൾ കഴിഞ്ഞ വർഷങ്ങളിൽ നൽകിയിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകാരായിരുന്നു പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ഉറപ്പായും, ഐ തിങ്ക് എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അത്തരം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ചെയ്യാതിരുന്നത്. പക്ഷേ മക്കളെ, ഒന്ന് ഉറപ്പിച്ചോ, ഈ വർഷം നിങ്ങൾക്ക് ഒഫീഷ്യലായ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. സോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ, എല്ലാവരുടെയും മനസ്സിലുള്ള അടുത്ത ചോദ്യമാണ്, ഇത് ഓണപ്പരീക്ഷ തന്നെയല്ലേ, ഇതിലിപ്പോൾ മാർക്ക് കുറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് ബോർഡ് എക്സാമിനോ ക്രിസ്മസ് എക്സാമിനോ മോഡൽ എക്സാമിനോ മാർക്ക് മേടിച്ചാൽ പോരെ? മക്കളെ, അങ്ങനെയുള്ള തോന്നൽ നിങ്ങൾ ആദ്യം മാറ്റിവെക്കുക. ഒരു പരീക്ഷ എഴുതുക എന്നത് നിങ്ങളുടെ ടീച്ചറെ ഇംപ്രസ് ചെയ്യുക എന്നതിനപ്പുറം ഓരോ ചാപ്റ്റേഴ്സും നമ്മളൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക എന്ന കാര്യത്തിലോട്ട് നിങ്ങൾ മാറുക. കാരണം ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സ് തുടക്കത്തിലേ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരുമ്പോഴും മോഡൽ എക്സാം വരുമ്പോഴും ജസ്റ്റ് ഈ 4 ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ ഒന്നേന്ന് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അത് നിങ്ങൾ ഏവരും മനസ്സിൽ ഉറപ്പിക്കുക. അല്ലാതെ ഇവിടെ ഞാൻ ഉറപ്പിച്ച് അവസാനം ഞാൻ ഇതൊക്കെ പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു വെച്ചാൽ അത് പോസിബിൾ അല്ല. പിന്നെ ഈ 4 ചാപ്റ്റേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവ ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ്. ഈ 4 ചാപ്റ്റേഴ്സ് മാത്രം അറൗണ്ട് 25 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സാണ്. ബോർഡ് എക്സാമിലെ 60 മാർക്കിൻ്റെ ചോദ്യ പേപ്പറിൽ 25 മാർക്ക് ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സിനാണ് ചോദിക്കാൻ പോകുന്നത്. സോ അത്രയും വിലയേറിയ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഓണം എക്സാമിന് പഠിക്കാൻ പോകുന്നത്. സോ ആരും തന്നെ ഉഴപ്പരുത്, അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ സെൽഫായിട്ട് സാറേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്, ക്ലാസ്സിലെടുക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും എനിക്ക് ഒരുപോലെ മനസ്സിലാവുന്നില്ല, അതെൻ്റെ പ്രശ്നം തന്നെയാണ്, എങ്കിൽ പോലും എനിക്കത് പ്രോപ്പർലി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കുറേ മക്കളുണ്ടാവും.
മക്കളെ നിങ്ങൾ പേടിക്കേണ്ട. സോ നിങ്ങൾക്കുള്ള അടിപൊളി സൊല്യൂഷനാണ് സൈലത്തിന് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. സോ പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെ 2.0യുടെ അഡ്മിഷൻ കറണ്ട്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഓൾറെഡി കഴിഞ്ഞ ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് ആപ്പിനകത്ത് കിടപ്പുണ്ട്. സോ ഇനിയും വൈകിയാലാണ് നിങ്ങൾക്ക് പ്രശ്നം. സോ ഉടനെ തന്നെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്പറൊക്കെ നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒട്ടും ലേറ്റ് ആക്കരുത്. ഓണം എക്സാമിന് മുഴുവൻ മാർക്കും നമ്മൾ എന്തായാലും ഉറപ്പിച്ചിരിക്കും. സോ ഗംഭീരമായിട്ട് പഠിക്കുക.